നമ്മുടെ ഗാർഡന് അടിപൊളിയായിട്ട് സൗരഭ്യം പടർത്തുന്ന പൂക്കൾ കണ്ടോ. എന്ത് നല്ല മനോഹരമായ പൂക്കളാന്ന് നോക്കി. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വേനൽ ചൂടിലും നമ്മുടെ റോസാ ചെടി ഇതുപോലെ നിർത്താതെ പൂവിടാൻ വേണ്ടിയിട്ട്, എല്ലാ ദിവസവും നമുക്ക് പൂക്കൾ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഫെർട്ടിലൈസർ, അത് ജൈവവളമാണേ. അതാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മണമുള്ള റോസാപ്പൂവാണ് ഇത്, ഡബിൾ ഡിലൈറ്റ്. നോക്കി എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഈ പൂക്കൾക്ക് നല്ല സ്മെല്ലാണേ. പൂ വിരിഞ്ഞ് വരുമ്പോൾ ഈ ഒരു കളറാന്ന് നോക്കി, എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കി. എത്ര കളറാന്ന് നോക്കി അതിലുള്ളത്. ക്രീമുണ്ട്, യെല്ലോയുണ്ട്, പിങ്ക് ഉണ്ട്, കണ്ടോ. അതിനുശേഷം ഈ കളറിലോട്ട് അത് മാറും, കണ്ടോ. റെഡ്, പിങ്ക്, ക്രീം, അങ്ങനെ പല കളറുകളിലാണ്. കണ്ടോ അതിൻ്റെ വലിയൊരു ഫ്ലവർ കണ്ടോ. ഇതിൻ്റെ നല്ല സ്മെല്ലാണ്. അത് നമുക്ക് നല്ല സൗരഭ്യമാണ് നമ്മുടെ ഗാർഡനിലോട്ട് വരുമ്പോൾ ഈ പൂക്കളുടെ. നമുക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. ഇതിലെന്നും പൂക്കളുണ്ടാവുമേ, നല്ല ഭംഗിയുള്ള പൂക്കൾ. രണ്ടാമത്തേതാണ് ഓർക്കിഡ് റോസ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണേ. ഈ ചെടിയുടെ പ്രത്യേകത ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുള്ളില്ലാത്ത റോസയാണേ. ഓർക്കിഡ് റോസ ഇതുപോലെ കൊലയായിട്ടാണ് പൂക്കളുണ്ടാകുന്നത്, കണ്ടോ. ഈ കൊല ഫുള്ള് വാടിക്കഴിയുമ്പോൾ, പൂക്കൾ വാടിക്കഴിയുമ്പോൾ അതിനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത പൂ കണ്ടോ, ഓറഞ്ച് റോസ്. നല്ല സ്മെല്ലാണ്, നല്ല മണമുള്ള പൂവാണേ. അടുത്ത നമ്മുടെ സ്നോ വൈറ്റ്. നോക്കിയേ, നല്ല മണമുള്ള പൂവാണ്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ റോസാ ചെടിക്ക് വെള്ളം, വളം, വെയിൽ, ഇത് മൂന്നും ഏറ്റവും അത്യാവശ്യമാണേ. എങ്കിൽ മാത്രമേ റോസാ ചെടിയിൽ നിറയെ പൂവിടത്തുള്ളൂ. പിന്നെ പൂക്കളൊക്കെ വന്നു കഴിഞ്ഞ് കൊമ്പുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് കണ്ടോ, കുഞ്ഞി പൂവാ, നല്ല ഭംഗിയുള്ള പൂക്കളാണേ. നല്ല അടുക്കിന് പെറ്റൽസ് ഉള്ളൊരു റോസാപ്പൂവാണിത്. കണ്ടോ, നമ്മുടെ റോസാ ചെടിയിൽ എപ്പോഴും ഇങ്ങനെ പൂക്കളും മൊട്ടുകളും വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ. നല്ല തളിരിലകളും പൂക്കളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൺലൈറ്റ് പറയുവാണെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും റോസാ ചെടിക്ക് സൺലൈറ്റ് അത്യാവശ്യമാണ്. അത് ഡയറക്റ്റുള്ള സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ ചെടിയെ നട്ടുപിടിപ്പിക്കണം. അത് നിലത്ത് നട്ടാലും ചട്ടിയിൽ നട്ടാലും നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മൾ വളർത്താൻ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം നമ്മൾ കൊടുക്കുന്നത്, വെള്ളം ഈ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ചെടിക്ക് വെള്ളം നനച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ വീഡിയോയിലൊക്കെ അത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പ്രെയർ വെച്ചിട്ട് വെള്ളം ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. അടുത്തതായിട്ട് വളത്തിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, വളം ഒരു 10 ദിവസം കൂടി അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടി നമുക്ക് വളങ്ങൾ നമ്മുടെ ഈ റോസാ ചെടിക്ക് കൊടുക്കണം. എപ്പോഴും വളം നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് റോസാ ചെടിയിൽ പൂക്കളുണ്ടാവുന്നത്. അപ്പം നമ്മൾ ഈ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കെമിക്കൽ കൊടുക്കാം. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കെമിക്കൽ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിക്ക് അതൊരു നശിച്ചു പോകാൻ സാധ്യതയുണ്ട്, കുറേ അങ്ങനെ കൊടുക്കുമ്പോഴേ. അപ്പം നമ്മൾ ഈ ചൂടിൽ നമുക്ക് ജൈവവളം കൂടെ കൊടുക്കാൻ പറ്റും. ഞാൻ ഈ റോസാ ചെടിക്ക് കൊടുക്കുന്ന ഓരോ ജൈവവളങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വളമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകും. അത് ഏത് ചെടിയാണെങ്കിലും നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ കണ്ടോ, ഈ പൂക്കളൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു 2 ഇല താഴെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണേ. ഇത് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു റോസാണേ. അപ്പോൾ അത് ഫ്ലവർ വന്നിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ട്. ഇത് നല്ല ലാവൻഡർ കളറിലെ പൂവായിരുന്നേ. അപ്പോൾ ഇത് കഴിഞ്ഞു, ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം.
ചെറിയ കമ്പുകളൊക്കെ ഉണങ്ങിയൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മുറിപ്പാടിലാണെങ്കിൽ സാഫ് പുരട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞളാണെങ്കിലും പുരട്ടി കൊടുക്കാം. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ റോസാ ചെടി നന്നായിട്ട് തന്നെ നിൽക്കും. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഈ വെള്ളക്കടലയാണേ. അതെങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ കറിക്കൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കുമ്പോൾ നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിനെ 2 ദിവസം, ഇപ്പം നമ്മൾ തലേദിവസം അങ്ങനെ നമ്മൾ കറിക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ 2 ദിവസം ഇട്ട് കുതിർത്തിട്ട് നമ്മളതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മതിയേ. അങ്ങനെ അരച്ചെടുത്തതിൽ 1 സ്പൂൺ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് 2 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഈ മിക്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. കണ്ടോ, ഇത്രയും നല്ല രീതിയിൽ നമ്മളത് ഡൈല്യൂട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കടലപ്പിണ്ണാക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് കാണിച്ചു തന്നു. അപ്പോൾ കടല എപ്പോഴും നമ്മുടെ ചെടികൾക്ക് നല്ലതാണ്. ഈ ഒരു രീതിയിൽ കടല നമ്മൾ കുതിർത്ത് അരച്ച് നമ്മളിതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളിൽ പൂവിടാൻ നല്ല രീതിയിൽ ഇതുപോലെ നല്ല മനോഹരമായ പൂക്കളിടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ താഴ് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അത് കെട്ടിക്കിടക്കാൻ പാടില്ലേ. അപ്പം നമ്മളിത് ഒഴിക്കുമ്പോൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തതാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മളൊരു ചെറിയ സ്പൂണിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ 2 ലിറ്റർ വെള്ളം നമ്മൾ ചേർത്തിരിക്കുന്നത്. കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഓരോ ചെടികൾക്കും നമ്മളിതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ പൂക്കളിടാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾ റോസച്ചെടിക്ക് വെള്ളം നനച്ചു കൊടുക്കുക. അതിൻ്റെ ഇലകളിലും എല്ലാം വീഴത്തക്ക പോലെ നമ്മളിങ്ങനെ സ്പ്രേയർ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.